മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമി തരം മാറ്റിയെന്ന കണ്ടെത്തലിൽ കേസെടുക്കാനുള്ള നടപടി തുടങ്ങി ലാൻഡ് ബോർഡ്. തുടർ നടപടിക്കായി സോണൽ ലാൻഡ് ബോർഡ് സംസ്ഥാന ലാൻഡ് ബോർഡ് ചെയർമാന് കത്തയച്ചു. അതേസമയം സ്ഥലം തോട്ടഭൂമിയല്ല എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം ആവർത്തിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വീട് നിർമ്മിക്കാൻ തൃക്കൈപ്പറ്റ വില്ലേജിൽ 11.5 ഏക്കർ ഭൂമിയാണ് മുസ്ലിം ലീഗ് വാങ്ങിയത്. ഇത് തോട്ടഭൂമിയാണ് എന്നും കാപ്പിച്ചെടികൾ പിഴുതുമാറ്റിയതോടെ ഭൂമിയുടെ തരംമാറ്റം നടന്നുവെന്നും കാട്ടി വില്ലേജ് ഓഫീസർ താലൂക്ക് ലാൻഡ് ബോർഡിന് വിവരം കൈമാറി. തുടർന്ന് ഭൂപരിഷ്കരണ നിയമം 105A വകുപ്പ് പ്രകാരം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി. ഭൂ ഉടമകളിൽ നിന്നുൾപ്പെടെ മൊഴിയെടുത്തു. തോട്ടഭൂമിയാണെന്നും തരംമാറ്റൽ നടന്നത് വിൽപ്പനയ്ക്ക് ശേഷം ആണെന്നുമായിരുന്നു ഭൂ ഉടമകളിൽ ഒരാളുടെ മൊഴി. രേഖകളുടെ സൂക്ഷ്മ പരിശോധനയിലും തോട്ടഭൂമിയുടെ പരിധിയിൽ വരുന്നതാണ് ഈ സ്ഥലമെന്ന് വ്യക്തമായി. ഈ സാഹചര്യത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ നീക്കം നടക്കുന്നത്. ഇന്നലെയാണ് ഇതിനായി അനുമതി തേടി സോണൽ ലാൻഡ് ബോർഡ് സംസ്ഥാന ലാൻഡ് ബോർഡ് ചെയർമാന് കത്ത് നൽകിയത്. ഭൂ ഉടമകളും ഭൂമി വാങ്ങിയവരും കേസെടുത്താൽ പ്രതികളാകും. തോട്ടഭൂമിയിൽ തരംമാറ്റൽ നടന്നാൽ സർക്കാർ മിച്ചഭൂമിയായി പ്രഖ്യാപിക്കുന്നതാണ് നടപടിക്രമം. നിലവിൽ വീട് നിർമ്മാണത്തിന് പഞ്ചായത്തിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഭൂമി തോട്ടം അല്ല എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ആവർത്തിച്ചിരുന്നു. അതേസമയം നിയമ നടപടിയിലേക്ക് നീങ്ങിയാൽ ഭവന നിർമ്മാണ പദ്ധതി വൈകുമോ എന്നാണ് ദുരന്തബാധിതരുടെ ആശങ്ക. 24 വയനാട്.